ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്തിൻ്റെ ഫോണിലേക്ക് ശരവണൻ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇത് ഞാനാടാ ശരത്തെ, ശരവണനാണെന്ന് പറയുമ്പോൾ, നീ എവിടെ നിന്നാടാ വിളിക്കുന്നത്? ഞാനിപ്പോൾ നിൻ്റെ കുഴിമാടത്തിൻ്റെ അടുത്ത് നിന്നാണ് വിളിക്കുന്നത്. ഈ ചത്ത് കഴിഞ്ഞ് നിന്നെ കുഴിച്ചിടാനുള്ള കുഴിമാടം വരെ ശരിയാക്കിയിട്ടുണ്ട് ശരത്തെ. ഇനി മുഹൂർത്തം കുറിക്കാനാണ് ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് പറയാണ്, എടാ ശരവണ, നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോ? അധിക കാലമൊന്നും ഈ ശരത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് നിനക്ക് ഒളിച്ചു താമസിക്കാനൊന്നും കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ നീ എൻ്റെ കൺമുന്നിൽ വന്നു തന്നെ പെടുമെന്ന് പറയുമ്പോൾ, ശരത് സാറേ, നിങ്ങൾ ചെയ്തിട്ടുള്ള പല തോന്നിവാസങ്ങൾക്കും കൂട്ടു നിന്നവനാണ് ഈ ശരവണൻ. അങ്ങനെ നിന്നോടൊപ്പം നിന്നിട്ട് പോലും നീ എനിക്ക് 10 പൈസ പോലും പ്രതിഫലമായിട്ട് തന്നിട്ടില്ല. പക്ഷേ അത് തന്നില്ല എന്ന് കരുതി എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ അതിനുള്ളതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും 30 ലക്ഷം രൂപ പോയില്ലേ, അതെടുത്തത് ഞാനാടാ ശരത്തെ. ഇപ്പം ആ കാശ് എൻ്റെ കയ്യിലുണ്ട്. അത് കേട്ടപ്പോൾ ശരത്ത് അലർച്ചയോടുകൂടി എടാ എന്ന് പറഞ്ഞപ്പോൾ ശരവണൻ പറയണേ, എടാ അലറണ്ട, നീ എനിക്ക് ഇത്രയും കാലം നിന്നോടൊപ്പം നിന്നതിന് ഒന്നും തന്നില്ലല്ലോ. ഇപ്പോൾ ഞാൻ ആ 30 ലക്ഷം എനിക്ക് നീ ശമ്പളമായിട്ട് തന്നതിലങ്ങ് കൂട്ടിക്കോളാം. നീ ആരോടാണ് ഈ കളിക്കുന്നത് എന്നുള്ളത് ശരവണ നീ മറന്നു പോവണ്ട, ഈ ശരത്തിനോടാണ്. നിന്നെ ഞാൻ കൊന്നിരിക്കും എന്ന് പറയുമ്പോൾ ശരവണൻ തിരിച്ചും പറയണ, അതിന് നീ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് വേണ്ടേ? റൂബി മാഡം മരിച്ചതും എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. നീയാണ് റൂബി മാഡത്തെ കൊന്നത് എന്നുള്ളതും എനിക്കറിയാം. നീ എന്തിനാണ് റൂബി മാഡത്തെ കൊന്നത് എന്നുള്ളതും എനിക്കറിയാം. ഞാൻ എനിക്കറിയാവുന്ന എല്ലാ സത്യവും ഞാൻ പോലീസിനോട് പറയും. പിന്നെ നീ അകത്താവുകയല്ലേ ചെയ്യാം. അത് കേട്ടപ്പോൾ ശരത്തൊന്ന് പേടിക്കുകയാണ്. അപ്പോൾ എടാ എന്ന് പറഞ്ഞപ്പോൾ, എന്തു പറ്റിയടാ, നീ പേടിച്ചു പോയോ? നീ പേടിക്കണം, ഇനിയും നീ പേടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഈ സത്യങ്ങളെല്ലാം പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഒരിക്കലും പുറം ലോകം കാണില്ല. നിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞിടാ ശരത്തെ. നീയും ഞാനും ചെയ്തു കൂട്ടിയ എല്ലാ കൊലപാതകങ്ങളും ഇപ്പോൾ നിനക്കും എനിക്കും മാത്രമല്ല അറിയാം, മൂന്നാമതൊരാൾക്കു കൂടി അറിയാം. ഇനിയിപ്പോൾ നീ എന്നെ കൊന്നു കഴിഞ്ഞാലും ഈ രഹസ്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ കൂടി ഈ ഭൂമിയിലുണ്ടട ശരത്തെ. ഇനി ഞാൻ മരിച്ചാലും ഈ സത്യങ്ങളെല്ലാം തന്നെ പുറം ലോകം അറിയും. ഞാൻ അറിയേണ്ട ആളെ തന്നെയാണ് ഞാൻ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ എന്നെ എത്ര ഭീഷണിപ്പെടുത്തിയാലും എനിക്കൊരു പേടിയുമില്ല. നീ എന്നെ കൊന്നാലും ഇനി എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ ശരത്തിന് അങ്ങ് പേടിയാവാണ്. അപ്പോൾ ശരത്ത് പറയണേ, എടാ ശരവണ, നിനക്ക് ശരിക്കും അറിയില്ല ഈ ശരത്ത് ആരാണെന്നുള്ളത്. അപ്പോൾ ശരവണൻ തിരിച്ചും പറയാണ്, എനിക്ക് നന്നായിട്ട് അറിയാടാ ശരത്തെ നിന്നെക്കുറിച്ച് ഏറ്റവും അറിയാവുന്ന ആള് ഈ ഞാൻ തന്നെയാണടാ ശരത്ത. എന്തായാലും നീ എണ്ണി തുടങ്ങിക്കോ, നിന്റെ അന്ത്യം അടുത്തു തുടങ്ങി, നിന്റെ അവസാന നിമിഷങ്ങൾ അടുത്തു തുടങ്ങി എന്നും പറഞ്ഞിട്ടാണ് ശരവണൻ ഫോൺ വെക്കുന്നത്. അതോടുകൂടി ശരത്ത് അങ്ങ് പേടിച്ച് വെപ്രാളപ്പെടുന്നുണ്ട്. എന്നിട്ട് ശരത്ത് വീണ്ടും ശരവണന്റെ ഫോണിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്ന സമയത്ത് ശരത്ത്, എങ്ങനെ ഞാൻ ആ ശരവണനെ പൊക്കും, എങ്ങനെ ഞാൻ അവനെ കസ്റ്റഡിയിലാക്കും, എങ്ങനെ ഞാൻ അവനെ ഇല്ലാതാക്കും എന്നുള്ള ചിന്തയോടുകൂടി ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. ഈ സമയം ദേവികയും നിത്യയും മനോഹരനും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് ദേവിക ചോദിക്കുകയാണ്, അച്ഛൻ ആരാണ് തട്ടിക്കൊണ്ടുപോയത്, എന്താണ് അച്ഛനോട് അവർ പറഞ്ഞത്, എന്താ അച്ഛൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനോഹരൻ പറയണേ, സമയമാവട്ടെ മോളെ, എന്നിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നിങ്ങളോട് പറയും. ഇപ്പം തൽക്കാലം ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിത്യ പറയണ, അതെന്താ അച്ഛൻ ഇപ്പോൾ അങ്ങനെ പറയുന്നത്? അച്ഛൻ പറഞ്ഞത് വീട്ടിലെത്തിയിട്ട് എല്ലാ കാര്യം പറയാമെന്നല്ലേ. ഇനിയിപ്പോൾ എന്തിനാണ് അച്ഛൻ അക്കാര്യം മറച്ചു വെക്കുന്നത്? എന്താണെങ്കിലും അച്ഛൻ തുറന്നു പറ. അതേ മോളെ, ഞാൻ നിങ്ങളോട് പറയണമെന്ന് കരുതിയതാണ്, പക്ഷേ കേട്ട കാര്യങ്ങൾ അത്രയ്ക്ക് നിസ്സാരമുള്ളതല്ല. അതങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ കഴിയില്ല. ഒന്നാമത് എനിക്ക് നല്ല ക്ഷീണമുണ്ട്, രണ്ടാമത് കേട്ട കാര്യം അങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ ദേവിക പറയണേ, എന്തിനാണ് അച്ഛ അത് പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്നത്? എന്താണെങ്കിലും അച്ഛൻ അത് പറയൂ. ഇങ്ങനെയാവുമ്പോൾ അച്ഛൻ്റെ മനസ്സിലുള്ള ഭാരം ഒന്ന് കുറയുമല്ലോ, അച്ഛനൊരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് ദേവിക പറയുമ്പോൾ, ഇല്ല മോളെ, ഒരിക്കലും അച്ഛൻ്റെ മനസ്സിൽ ആശ്വാസം കുറയുകയില്ല, അത് കൂടത്തേ ഉള്ളൂ. കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് ഒരു മരണക്കിണറിൻ്റെ പുറത്താണ്. അത്രയ്ക്കധികം നമ്മൾ സൂക്ഷിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അതിൽ പെട്ടുപോകും എന്ന് പറയുമ്പോൾ നിത്യയ്ക്കും ദേവികയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല മനോഹരൻ്റെ ആ സംസാരം. അപ്പോൾ ദേവിക ചോദിക്കുകയാണ്, എന്താണ് അച്ഛൻ പറയുന്നത്, എന്താണ് അച്ഛൻ ഉദ്ദേശിച്ചത്? മോളെ, ഞാൻ അറിഞ്ഞ രഹസ്യങ്ങൾ അത്രയ്ക്കും ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് ഞാൻ അറിഞ്ഞത്. എന്നെ തട്ടിക്കൊണ്ടുപോയവർ എന്നോട് ഇക്കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അവർ നമ്മുടെ ശത്രുവല്ല, നമ്മുടെ മിത്രമാണ്. എല്ലാ രഹസ്യങ്ങളും എന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ തട്ടിക്കൊണ്ടുപോയത്. നമ്മളെ സഹായിക്കണം എന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണെന്ന് പറയുമ്പോൾ നിത്യ പറയണേ, അതാരാ നമ്മളെ സഹായിക്കാൻ ആഗ്രഹമുള്ളവർ? അച്ഛൻ എന്താ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. അച്ഛൻ പിന്നീട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നിങ്ങളോട് പറയാം. ഇപ്പോൾ തൽക്കാലം അച്ഛൻ നിങ്ങളോട് ആരോടും ഒന്നും പറയുന്നില്ല, അച്ഛന് അത്രയ്ക്ക് ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയണേ, എനിക്കിതൊക്കെ കേട്ടപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഊഹിക്കാൻ കഴിയുന്നുണ്ട് അച്ഛ, പക്ഷേ തൽക്കാലം ഇപ്പോൾ അച്ഛൻ പോയി വിശ്രമിക്ക്, അച്ഛന് നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞ് മനോഹരനെ പറഞ്ഞു വിടാൻ കേട്ടോ. ഈ സമയം റൂബിയെ കാണാൻ വേണ്ടി
പോവാൻ തീരുമാനിക്കുകയാണ് ചന്ദ്രലേഖ. അങ്ങനെ ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് സിദ്ധുവിൻ്റെ അച്ഛനും രംഗനും അങ്ങ് തടയുകയാണ്. നീ ഇപ്പോൾ എവിടേക്കാണ് മോളെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് റൂബിയെ കാണണം, ഇങ്ങനെ അവളുടെ അവസ്ഥ അറിഞ്ഞിട്ട് ഞാൻ പോവാതിരുന്നാൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയാൻ, അത് വേണ്ട മോളെ, നിൻ്റെ നല്ലത് ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത്, നീ ഇപ്പോൾ അവിടേക്ക് പോവേണ്ട. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അച്ഛ, പിന്നെ എന്തുകൊണ്ടാണ് ഞാനും റൂബിയും എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എനിക്ക് റൂബിയെ കാണാൻ പോവണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന സമയത്ത് രംഗനടക്കം പറയാണ്, എന്തിനാണിപ്പോൾ നീ അവിടേക്ക് പോകുന്നത്? ഇപ്പോൾ പോലീസും റൂബിയുടെ ബന്ധുക്കളും എല്ലാവരും അവിടെ ഉണ്ടാവും, എന്നോട് അവിടെയുള്ളവർ മോശമായി പെരുമാറിയാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറഞ്ഞു, അതിന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ ആര് തടഞ്ഞാലും ശരി, ഞാൻ റൂബിയെ കാണാൻ വേണ്ടി പോകുമെന്ന് കരഞ്ഞുകൊണ്ട് ചന്ദ്ര പറയുമ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണേ, ഇത് തന്നെയാണ് നിന്റെ കുഴപ്പം, നീ ആര് പറഞ്ഞാലും ഒന്നും അനുസരിക്കില്ല, അനുസരണക്കേട് തന്നെയാണ് നിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ, നിങ്ങളെന്താ എല്ലാവരും എൻ്റെ ഭാഗത്ത് നിന്നും ചിന്തിക്കാത്തത്? ഞാനും റൂബിയും എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എനിക്ക് മാത്രമാണ് റൂബി മരിച്ചതുകൊണ്ട് നഷ്ടമാകുന്നത്, എനിക്ക് റൂബിയെ കണ്ടേ പറ്റൂ എന്ന് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് പ്രേമ അവിടേക്ക് വരുന്നത്. അപ്പോൾ പ്രേമ പറയണേ, എന്തിനാണ് അച്ഛ അവളെ തടയുന്നത്? അവൾ ആരെ വേണമെങ്കിലും കാണാൻ പോയിക്കോട്ടെ, ഇവൾ എവിടെ പോയി തൊലഞ്ഞാലും നമുക്ക് എന്താ പ്രശ്നം അച്ഛ, അവൾ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ രംഗം പറയണേ, നീ കാരണം വീണ്ടും ഈ വീട്ടിലേക്ക് പോലീസ് ഇനി വരാൻ പാടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. ചന്ദ്ര പറയണേ, ഇല്ല, ഞാൻ കാരണം ഒരിക്കലും ഈ വീട്ടിലേക്ക് ഇനി പോലീസ് വരില്ല, അതെനിക്ക് ഞാൻ തരുന്ന ഉറപ്പാണെന്ന് പറയുമ്പോൾ പ്രേമ പറയണേ, നീ കാരണം പോലീസ് വരില്ല എന്നൊക്കെ നീ ഉറപ്പ് പറയുന്നുണ്ടല്ലോ, പക്ഷേ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്നോ, പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യണം, എന്നിട്ട് ഞാൻ അനുഭവിച്ചതൊക്കെ നീയും അനുഭവിക്കണം, നീ കുറേ കാലം അകത്ത് കിടക്കണം, അതാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം, അപ്പോഴാണ് നിന്നോട് എനിക്കുള്ള ദേഷ്യം അടങ്ങുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പ്രേമ അങ്ങ് ശപിക്കുകയാണ്. ദൈവമേ, ഇവള് കുറേ കാലം ജയിലിൽ കിടക്കണേ, ഇവളെ പോലീസ് പിടിച്ചോണ്ട് പോവണേ എന്നൊക്കെ പറഞ്ഞങ്ങ് പ്രാകുകയാണ്. എന്നിട്ട് രംഗനോട് പറയണേ, നിങ്ങൾ എന്ത് കാണാനാണ് മനുഷ്യ ഇവിടെ നിൽക്കുന്നത്, ഇങ്ങ് പോരെ എന്ന് പറഞ്ഞ് രംഗനെയും വിളിച്ചുകൊണ്ട് പ്രേമ അകത്തേക്ക് പോവാണ്. ഒന്നും മിണ്ടാതെ സിദ്ധുവിൻ്റെ അച്ഛനും അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രകന് പൊട്ടിക്കരയാണ്, എല്ലാവർക്കും മുന്നിൽ ഞാൻ തനിച്ചായി പോകുന്നല്ലോ, ഇപ്പോൾ റൂബിയുടെ മരണത്തോടു കൂടി ഞാൻ ആരുമില്ലാത്തവളായി എന്നുള്ള ആ ഒരു കുറ്റബോധത്തോടു കൂടിയാണ് ചന്ദ്ര പൊട്ടിക്കരയുന്നത്. ഈ സമയം ശരത്തിനെ കാണാൻ വേണ്ടി പ്രഭാവതി വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ലടാ എന്തായി, 30 ലക്ഷം രൂപ ആരാണ് കട്ടുകൊണ്ട് പോയത് എന്നുള്ളത് വല്ലതും നീ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയണ, ആ കണ്ടുപിടിച്ചു, ശരവണനാണ് അമ്മയുടെ കയ്യിൽ നിന്നും 30 ലക്ഷം രൂപ തട്ടിപ്പറിച്ചു കൊണ്ടുപോയത് എന്ന് പറഞ്ഞപ്പോൾ പ്രഭാവതി അങ്ങ് ഞെട്ടാണ്. ശരവണനോ എന്ന് ചോദിക്കുമ്പോൾ, അതെ അമ്മേ, അവനിപ്പോൾ കഷ്ടകാലമാണ്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നിയത്, എന്തായാലും അവൻ ഇനി ഭൂമിയിൽ അധികമൊന്നും ജീവിക്കില്ല, അവൻ്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു, അവനെ ഞാൻ എത്രയും പെട്ടെന്ന് കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ പ്രഭാവതി പറയണേ, ഇത് തന്നെയാണ് ശരത്തെ നിന്റെ പ്രശ്നം, നിന്റെ എടുത്തുചാട്ടവും ഈ ദേഷ്യവും കൊണ്ട് തന്നെയാണ് നിന്നോടൊപ്പം നിനക്ക് ആരെയും കൂടെ നിർത്താൻ കഴിയാത്തത്, എല്ലാവരും വെറുപ്പിച്ച് നീ എത്ര കാലം ജീവിക്കും എന്ന് ചോദിച്ചപ്പോൾ ശരത്ത് പറയണേ, ഇത്രയും കാലം ഞാൻ ജീവിച്ചില്ലേ, ഇനിയും അങ്ങോട്ട് ജീവിക്കട്ടെ. ശരത്തെ, ഞാൻ പറയുന്നതൊന്ന് നീ കേൾക്കുമോ, നീ ആ ശരവണനുമായിട്ടുള്ള ശത്രുത ഉപേക്ഷിച്ച് അവനെ സ്നേഹത്തോടെ നീ നിന്നോടൊപ്പം ചേർത്ത് പിടിക്കണം, എങ്കിൽ മാത്രമാണ് നിനക്ക് ആ 30 ലക്ഷം രൂപ തിരിച്ചു കിട്ടത്തുള്ളൂ, എങ്കിൽ നിനക്ക് ഒരിക്കലും ആ കാശ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ വെറുതെ എന്നെ ഉപദേശിക്കാനൊന്നും നിൽക്കണ്ട, അമ്മയ്ക്ക് അതിന് ഒരു അർഹതയുമില്ല, അമ്മ കാരണമാണ് ആ 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടത് തന്നെ എന്ന് പറഞ്ഞപ്പോൾ പ്രഭാവതിക്ക് അത് വിഷമാവുന്നുണ്ട്. അപ്പോൾ പ്രഭാവതി പറയണേ, നീ തന്നെ ഇത് പറയണമടാ, നിന്നോട് ഞാൻ കെഞ്ചും കൊണ്ട് പറഞ്ഞതല്ലേ 30 ലക്ഷം രൂപയുമായിട്ട് എനിക്ക് തനിച്ച് വരാൻ കഴിയില്ല, നീ എന്നോടൊപ്പം വാ എന്ന് പറഞ്ഞപ്പോൾ നീ അത് അനുസരിച്ചില്ലല്ലോ, പിന്നെ ഞാൻ കാരണമൊന്നുമല്ലല്ലോ ശരവണൻ അത് അറിഞ്ഞത്, നിന്നോടൊപ്പമല്ലേ ശരവണൻ ഉണ്ടായിരുന്നത്, അപ്പോൾ നിന്റെ അശ്രദ്ധക്കുറവ് കൊണ്ടല്ലേ ശരവണൻ എൻ്റെ കയ്യിൽ 30 ലക്ഷം രൂപ ഉള്ളത് അറിഞ്ഞത്, എന്നിട്ടിപ്പോൾ നീ എന്നെ കുറ്റപ്പെടുത്തുന്നു. ഇതുപോലുള്ള മക്കളുണ്ടായാലേ എല്ലാ അമ്മമാരുടെയും സ്ഥിതി ഇത് തന്നെയാണ്. ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്റെ ഈ വാശിയും വൈരാഗ്യവും ഒക്കെ അവസാനിപ്പിച്ച് ഇനിയെങ്കിലും നീ നല്ലവനായി ജീവിക്കാൻ വേണ്ടി നോക്ക്. ഇല്ല അമ്മേ, ഒരിക്കലുമില്ല, എൻ്റെ വാശിയും എൻ്റെ പകയും എൻ്റെ വൈരാഗ്യവും കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇതുവരെ എത്തിച്ചേർന്നത്, പിന്നെ ശരവണനോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല, ചതി ചെയ്തവനുള്ള ശിക്ഷ മരണം തന്നെയാണ്, അവനെ എത്രയും പെട്ടെന്ന് ഞാൻ ഇല്ലാതാക്കും, അമ്മ കണ്ടോ എന്നും പറഞ്ഞിട്ടാണ് ശരത്ത് അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് സിദ്ധു വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ രംഗനും അച്ഛനും ചോദിക്കുകയാണ്, എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴത്തേക്കും ചന്ദ്രലേഖ അവിടേക്ക് വരികയാണ്. അപ്പോൾ റൂബിയുടെ മരണകാരണത്തെക്കുറിച്ച് പറയുകയാണ്, പലരും പലതാണ് പറയുന്നത്, ആത്മഹത്യയാണെന്നും പറയുന്നുണ്ട്, പിന്നെ കൊലപാതകമാണെന്നും പറയുന്നുണ്ട്, എന്തായാലും നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അറിയാം എന്താണ് മരണകാരണം എന്നുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര പറയണേ, എന്തായാലും മരണകാരണം മറ്റൊന്നുമല്ല, കൊലപാതകം തന്നെയാണ്, റൂബി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല
എന്ന് പറയുമ്പോൾ സിദ്ധു പറയണ നീ വെറുതെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. റൂബിക്കെതിരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് റൂബിയെക്കുറിച്ച് അവർക്ക് മോശമായ ഒരു ധാരണ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സസ്പെൻഷനായ റൂബിയെ 2 ദിവസം മുന്നെയാണ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര തന്നെ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. പിരിച്ചുവിടേ? എന്താ സിദ്ധു ഈ പറയുന്നത്? അതെ, ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ അറിഞ്ഞത്. റൂബിയെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടത്തിയപ്പോൾ റൂബിയെക്കുറിച്ച് നല്ലൊരു ധാരണയൊന്നുമല്ല, അഴിമതി മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ടും റൂബി തെറ്റുകാരിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത്. ഈ ഒരു വിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തത് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ രംഗം പറയണേ, പക്ഷേ നമ്മൾ ആരും ഇത് അറിഞ്ഞില്ലല്ലോ, ചന്ദ്രയെങ്ങാനും അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാനും അറിഞ്ഞിട്ടില്ല. അപ്പോൾ സിദ്ധു പറയണേ, ഇതിന് ആരെയും അറിയിച്ചിട്ടൊന്നുമില്ല, ഇക്കാര്യം റൂബി രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണേ, ഞാനതൊരിക്കലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ സിദ്ധു പറയണേ, നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇതാണ് സത്യം. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അറിയാലോ എന്താണ് മരണകാരണം എന്നുള്ളത് എന്ന് പറയുമ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണേ, എൻ്റെ മനസ്സ് പറയുന്നു ഇതൊരു കൊലപാതകം തന്നെയാണെന്ന്. അപ്പോൾ ചന്ദ്ര പറയണേ, അതെ, കൊലപാതകം തന്നെയാണ്. അപ്പോൾ പ്രേമ അത് കേട്ടും കൊണ്ട് വരികയാണ്. അതിന് നിനക്ക് എന്ത് തെളിവാണുള്ളത്? എന്തിനാണ് അവളെ കൊന്നത്? എന്താണ് കാരണം? ആര് കൊന്നു? അതിനൊക്കെ നിനക്കറിയോ അതിൻ്റെ ഉത്തരം എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് അങ്ങനെ വല്ല സംശയവും ഉണ്ടെങ്കിൽ നീ അങ്ങ് കേസ് കൊണ്ടു കൊടുക്ക് എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, ഞാൻ കേസ് കൊടുക്കും. ഇതിൻ്റെ പിറകിൽ ആരാണ് കളിച്ചതെങ്കിൽ എത്ര വലിയവരാണെങ്കിലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര അവിടെ നിന്നും പോകുന്നത്. പിന്നീട് ശരത്തിനോട് പാർവതിയും മുത്തശ്ശിയും ചോദിക്കുകയാണ്, എന്തായി 30 ലക്ഷം രൂപ കൊണ്ടുപോയത് ആരാണെന്നുള്ളത് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ സൂചന കിട്ടിയിട്ടുണ്ട്, പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിരിക്കും, അവൻ ഒളിച്ചിരിക്കുന്ന താവളം ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണേ, ഞങ്ങൾക്കറിയാവുന്ന ആളാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നിങ്ങൾക്കറിയില്ല, പക്ഷേ അവൻ എവിടെയാണെങ്കിലും ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. എൻ്റെ 30 ലക്ഷം രൂപ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാനും ഈ ശരത്തിന് അറിയാമെന്ന് പറയുമ്പോൾ പാർവതി പറയണേ, ശരത്തെ മോനെ, നീ ഒന്ന് സൂക്ഷിക്കണം, ഇപ്പോൾ നിനക്ക് നല്ല സമയമല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ശരത്ത് പറയണേ, അങ്ങനെയൊന്നുമില്ല അമ്മേ, സമയം നല്ലത് ചീത്തത് എന്നൊന്നുമില്ല, അമ്മയുടെ ഒറ്റ കാരണം കൊണ്ടാണ് ആ 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടത്, അമ്മ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ് എന്ന് പറയാണ്. മുത്തശ്ശിയുടെ സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഞങ്ങളുടെ സ്ഥലം വിറ്റത്, എന്നിട്ടിപ്പോൾ ഇതാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ അത് സാരമില്ല മോനെ, നമുക്ക് പിന്നീട് ആ സ്ഥലമൊക്കെ നമുക്ക് ബാങ്കിൽ നിന്നും വീണ്ടെടുക്കാമെന്ന് പറയണം. അങ്ങനെ ശരത്ത് അവരുടെ മുന്നിൽ അങ്ങ് അഭിനയിച്ചുകൊണ്ടാണ് മുത്തശ്ശിയെയും പാർവതിയെയും ഓരോന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. പിറ്റേ ദിവസം ചന്ദ്രലേഖ മോർച്ചറിയിലേക്ക് പോവാൻ നിൽക്കുകയാണ്. റൂബിയുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ സിദ്ധു തടയാണ്. അവിടേക്ക് പോവേണ്ട, വെറുതെ എടുത്തുചേടി ആവേശം കാണിച്ച് അവിടേക്ക് പോവാൻ നിൽക്കണ്ട, അവിടെയുള്ളവർ ഇപ്പോൾ ഏത് മാനസികാവസ്ഥയിലാണ് ഉള്ളത് എന്ന് പറയാൻ കഴിയില്ല, അപ്പോൾ നിന്നെ കണ്ട എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ കഴിയില്ല, അതുകൊണ്ട് അവിടേക്ക് പോവണ്ട എന്ന് പറയുമ്പോൾ ചന്ദ്ര പറഞ്ഞ്, ഇല്ല, ഞാൻ അവിടേക്ക് പോവും, എനിക്ക് പോയേ പറ്റൂ, എന്നെ ആരും തടയാൻ നോക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ സിദ്ധു അങ്ങ് ദേഷ്യപ്പെടുകയാണ്. നിന്നോടല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് പോവരുത് എന്ന് പറഞ്ഞ് ചന്ദ്രയെ തടയാൻ നിൽക്കണം. ഇനി മനോഹരൻ ദേവികയെ കണ്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് ശരവണൻ പറഞ്ഞ എല്ലാ സത്യവും ദേവികയോട് പറയാണ്. ശ്രുതിയെ കൊന്നത് ശരത്താണെന്നുള്ളതും നിന്റെ അച്ഛനെ കൊന്നതും അങ്ങനെ പല കൊലപാതകങ്ങൾ നടത്തിയതെല്ലാം തന്നെ ശരത്താണ്, ഇപ്പോൾ റൂബിയെ കൊന്നതും ശരത്ത് തന്നെയാവും എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കാണ്ട്. അങ്ങനെ ശ്രുതിയെ കൊന്നതും അച്ഛനെ കൊന്നതും ശരത്താണെന്നുള്ളത് കേട്ടതോടുകൂടി ദേവിക അങ്ങ് ഞെട്ടിപ്പോവാണ്. അങ്ങനെ ദേവിക കടുത്ത തീരുമാനം തന്നെ എടുക്കുകയാണ്. അച്ഛാ, അവൻ്റെ മരണം എൻ്റെ കൈകൊണ്ട് തന്നെയാണ്, അവനെ ഞാൻ വെറുതെ വിടില്ല, അച്ഛൻ കണ്ടോ, അവൻ എൻ്റെ കൈകൊണ്ട് പെടഞ്ഞു വീഴുന്നത് അച്ഛൻ കണ്ടോ എന്ന് പറഞ്ഞ് ശരത്തിനെ കൊല്ലാനുള്ള കരുക്കളാണ് ഇനി ദേവിക നീക്കുന്നത്. അവനെ ഞാൻ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല, അവൻ ഇഞ്ചിഞ്ചായി എൻ്റെ കൈകൊണ്ട് തന്നെ, ഈ കൈകൊണ്ട് തന്നെ പിടഞ്ഞു വീഴു മരിക്കും എന്ന് ദേവിക ഉറച്ച തീരുമാനം പോലെ പറയുമ്പോൾ മനോഹരൻ പറയണം, മോളെ, നീ എന്ത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്, നിന്റെ ജീവിതമാണ് ഇല്ലാതാവാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും വലിയ ജീവിതം ഇനി എനിക്ക് എന്താണുള്ളത് അച്ഛാ, എൻ്റെ ശ്രുതിയേട്ടൻ പോയില്ലേ, എൻ്റെ അച്ഛൻ പോയില്ലേ, അവന് ഞാൻ വെറുതെ വിടില്ല അച്ഛാ എന്ന് പറഞ്ഞ് ദേവിക ദേഷ്യത്തിലാണ് പോകുന്നത്.